Yes, good evening to all of you. Welcome. Good evening, sir. Good evening, sir. Okay, നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. അപ്പോൾ നമ്മൾ as usual you will be given synonyms and antonyms with explanation. Synonyms-ല് ആദ്യത്തെ വേർഡ് amalgamation. 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 ഓക്കെ, അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ സംയോജനം അല്ലെങ്കിൽ സംയോഗം എന്നാണ് അതിന്റെ മീനിങ്. സംയോഗം എന്താണ്? കൂട്ടിക്കലർത്തൽ, കലർപ്പ് എന്നൊക്കെ നമുക്ക് പറയാം. എക്കോ ഉണ്ടോ? ഒരു മിനിറ്റ്. യെസ്. അപ്പൊ അമാൽഗമേഷൻ എന്ന് പറഞ്ഞാൽ ബ്ലെൻഡിങ് ഓഫ് ഡിഫറെന്റ് തിങ്സ്, കലർപ്പ് അല്ലെങ്കിൽ കൂട്ടിക്കലർത്തൽ എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ സിനണിംസ് ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്ന് കോമ്പിനേഷൻ. കോമ്പിനേഷൻ എന്താണെന്ന് നിങ്ങൾക്കറിയാം. എന്താണ്? കൂട്ടിച്ചേർക്കൽ അല്ലെങ്കിൽ കൂട്ടിക്കലർത്തൽ. മറ്റൊന്ന് കോമ്പോസിഷൻ. കോമ്പിനേഷന്റെ സ്പെല്ലിംഗ് COMBINATION, കോമ്പിനേഷൻ. മറ്റൊന്ന് കോമ്പോസിഷൻ, COMPOSITION. എഴുതണോ? അത് നിങ്ങൾക്കറിയാവുന്നതാണ്. മറ്റൊന്ന് ബ്ലെൻഡിങ്, BLENDING, ബ്ലെൻഡിങ്. അപ്പൊ അമാൽഗമേഷൻ അതിന്റെ സിനണിംസ് ആണ് കോമ്പിനേഷൻ, മറ്റൊന്ന് കോമ്പോസിഷൻ, ബ്ലെൻഡിങ്. നെക്സ്റ്റ് അടുത്ത വേർഡ് ആംബിഗ്യുവസ്. സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. AMBIGUOUS. ആംബിഗ്യുവസ്. ആംബിഗ്യുവസ് എന്ന് പറഞ്ഞാൽ ദ്വയാർത്ഥമുള്ള അല്ലെങ്കിൽ ഗൂഢാർത്ഥമുള്ള, സംശയാർത്ഥമുള്ള. ഇംഗ്ലീഷിൽ നമ്മൾ പറയുകയാണെങ്കിൽ ദാറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഇൻ മോർ ദാൻ വൺ വേ. ഓക്കെ, അപ്പൊ ആംബിഗ്യുവസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ദ്വയാർത്ഥമുള്ള, രണ്ടർത്ഥമുള്ള. ആംബിഗ്യുവസ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഉഭയാർത്ഥമുള്ള അല്ലെങ്കിൽ ഗൂഢാർത്ഥമുള്ള പ്രസ്താവന എന്നാണ് അതിന്റെ അർത്ഥം.
അപ്പോ അതിന്റെ സിനണിംസ് ആണ് ഒന്ന് വെയ്ഗ്, VAGUE, VAGUE. VAGUE, വെയ്ഗ്. വെയ്ഗ് എന്ന് പറഞ്ഞാൽ എന്താ? അവ്യക്തമായ അല്ലെങ്കിൽ അനിശ്ചിതമായ, ഇൻഡെഫിനിറ്റ്. വെയ്ഗ്, VAGUE. മറ്റൊന്ന് കൺഫ്യൂസിങ്, CONFUSING, കൺഫ്യൂസിങ്. പിന്നെ വേറൊരു വേർഡ് കൂടി ഉണ്ട്, ഡൗട്ട്ഫുൾ, DOUBTFUL, ഡൗട്ട്ഫുൾ. അപ്പോ ആംബിഗ്യുവസ് അതിന്റെ സിനണിംസ് ആണ് വെയ്ഗ്, കൺഫ്യൂസിങ് and doubtful. These are the three commonly used words used as the synonym of the word ambiguous. Okay. അപ്പോ ambiguous എന്ന് പറഞ്ഞാൽ മീനിങ് അതാണ്. തേർഡ് വൺ, ambivalent. Ambivalent. എന്താണ് ambivalent? AMBIVALENT. കണ്ടോ? ambivalent. ambivalent എന്ന് പറഞ്ഞാൽ ഇതിന്റെ മീനിങ് പറയുകയാണെങ്കിൽ ചാഞ്ചല്യമുള്ള അല്ലെങ്കിൽ സമ്മിശ്ര വികാരമുള്ള, ഷോയിങ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഫീലിങ്സ്. അതിന് എക്സാമ്പിൾ നമ്മളൊരു വാക്യത്തിൽ ആംബിവലന്റ് എന്ന വേർഡ് ഉപയോഗിച്ചൊരു വാക്യം പറയുകയാണെങ്കിൽ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് പറയാം. അതിന്റെ മീനിങ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ നോക്കാം. ഷീ ഹാസ് ആൻ ആംബിവലന്റ് attitude towards him. She has an ambivalent attitude towards him. അവനോട് ചാഞ്ചല്യമുള്ള അല്ലെങ്കിൽ സമ്മിശ്രമായ ഒരു വികാരമാണ് അവൾക്കുണ്ടായിരുന്നത്. അപ്പൊ ആംബിവലന്റ് എന്ന വേർഡിന്റെ സിനണിംസ് ആണ്. ഒന്ന് ഇക്യുവോക്കൽ, നല്ലൊരു വേർഡാണ് ഇക്യുവോക്കൽ, EQUI. EQUI VOCAL, ഇക്യുവോക്കൽ. ഇക്യുവോക്കൽ എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ ആംബിഗ്യുവസ് എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാം. Equivocal means liable to be interpreted in different ways. പല രീതിയിലും വ്യാഖ്യാനിക്കപ്പെടാൻ കഴിയുന്നു. മറ്റൊരു വേർഡ് uncertain, UNCERTAIN. uncertain. uncertain എന്ന് പറഞ്ഞാലും സമ്മിശ്രതയുള്ള അല്ലെങ്കിൽ നിശ്ചിതമല്ലാത്ത. അതുപോലെ irresolute, IRRESOLUTE. irresolute. സാർ വേറെ ഓഡിയോ വരുന്നുണ്ട് ഇടയ്ക്ക്. വേറെ ഓഡിയോ കയറി വരുന്നുണ്ട്. അതെ, റിജോ അതേതാണെന്ന് അറിയില്ലല്ലോ. റിജോ, ഓക്കെ, ഒരു മിനിറ്റ്.
വേറെ ഓഡിയോ കയറിയുണ്ട്. മ്യൂട്ടാക്കട്ടെ, മ്യൂട്ടേ. ഓക്കെ, അപ്പോ നോക്കാം. ഇറസില്യൂട്ട് എന്ന് പറഞ്ഞാൽ നിർണയമില്ലാത്ത അല്ലെങ്കിൽ നിർണയിക്കപ്പെട്ടിട്ടില്ലാത്ത. അപ്പോ ആംബിവലന്റ് അതിന്റെ സിനണിംസ് ആണ് ഇക്വിവോക്കൽ, അൺസർട്ടൻ, ഇറസല്യൂട്ട്. നെക്സ്റ്റ് ഫോർത്ത് വേർഡ് ആംബിൾ. ഇപ്പോഴും ഒക്കെ ഉണ്ടോ? എന്താണാവോ നോക്കാം. ആംബിൾ, AMPLE, ആംബിൾ. AMPLE, ആംബിൾ. ആംബിൾ മീൻസ് അതിന് പല മീനിങ് ഉണ്ട്. വിശാലമായ എന്നൊരർത്ഥമുണ്ട്, നിറഞ്ഞു കവിഞ്ഞ, സമൃദ്ധമായ, പിന്നെ ഉദാരമായ എന്ന പല മീനിങ്ങും അതിലുണ്ട്. ആ മീനിങ്സ് ഏതാണ്ടെല്ലാം ഒരേ അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ആംപിൾ വിസ്തൃതമായ എന്ന് പറയാം. അതിന്റെ സിനണിംസ് ഒന്ന് പ്ലെന്റിഫുൾ, പ്ലെന്റിഫുൾ, PLENTIFUL. പ്ലെന്റിഫുൾ. പ്ലെന്റി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലെന്റി ഓഫ് എന്ന ഒരു പ്രയോഗം തന്നെ ഉണ്ട്. പ്ലെന്റി ഓഫ് എന്ന് പറഞ്ഞാൽ ധാരാളമുള്ള. പ്ലെന്റി എന്ന് പറഞ്ഞാൽ ധാരാളം, ഒരുപാട്. പ്ലെന്റിഫുൾ എന്ന പദം ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന നോക്കിയേ, FUL എന്ന സഫിക്സ് ചേർത്ത് അതിനെ അഡ്ജക്റ്റീവ് ആക്കി മാറ്റിയിരിക്കുകയാണ്. പ്ലെന്റിഫുൾ അതായത് ധാരാളമുള്ള എന്നാണ് അതിന്റെ അർത്ഥം. മോർ ദാൻ ഇനഫ്. അപ്പൊ നമുക്ക് പറയാം, there was ample time to get to the airport. There was ample time, that is enough time എന്നാണ് അതിന്റെ അർത്ഥം. There was ample time to get to the airport. എയർപോർട്ടിലെത്താൻ വേണ്ടുവോളം സമയം ഉണ്ടായിരുന്നു. അപ്പൊ പ്ലെന്റിഫുൾ. മറ്റൊന്ന് സ്പേഷ്യസ്, SPACIOUS. സ്പേസ് എന്ന വാക്കിൽ നിന്ന്, സ്ഥലം എന്ന വാക്കിൽ നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള അഡ്ജക്റ്റീവാണ് സ്പേഷ്യസ്. സ്പേഷ്യസ് എന്ന് പറഞ്ഞാൽ വിശാലമായ അല്ലെങ്കിൽ ബഹുലമായ, ബാഹുല്യമുള്ള എന്നൊക്കെയാണ് അതിന്റെ നേരം. പിന്നെ സാധാരണയായിട്ട് ലാർജ് എന്ന പദവും ആംബിളിന്റെ സിനണിമായി ഉപയോഗിച്ച് കാണാറുണ്ട്. ഓക്കെ, ഇപ്പൊ നമുക്ക് അത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കണം. അഞ്ചാമത്തെ വേർഡ് ആന്റിപ്പതി. നോക്കാം, ആന്റിപ്പതി, ANTIPATHY. ഉണ്ടോ? ആന്റിപ്പതി. ആന്റിപ്പതി എന്ന് പറഞ്ഞാൽ വെറുപ്പ് അല്ലെങ്കിൽ അറപ്പ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. അതായത് സാധാരണ ഒരു വെറുപ്പല്ല, എ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസ്ലൈക്ക്. ശക്തമായ വെറുപ്പിനെ നമ്മൾ ആന്റിപ്പതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സിനണിം ആയിട്ട് ഉപയോഗിക്കുന്ന വേർഡ്സ് ഒന്ന് അവേർഷൻ, AVERSION. ഉണ്ടോ? അവേർഷൻ. അവേഴ്സ്, AVERSC. അവേഴ്സ് എന്ന് പറഞ്ഞാൽ വെറുക്കുക, ഡിറ്റൈസ്റ്റ് എന്നൊക്കെ നമുക്ക് പറയാം. അവേർഷൻ എന്ന് പറഞ്ഞാൽ നൗൺ ഫോം ആണ്, വെറുപ്പ് അല്ലെങ്കിൽ വിരോധം. എ സ്റ്റേറ്റ് ഓഫ് ബീയിങ് അവേഴ്സ്. മറ്റൊരു വേർഡ്, നല്ല വേർഡാണ് അബ്ഹറൻസ്, ABHO
RRENC. Occurrence. Third one, hostility. HOSTILITY. ഹോസ്റ്റിലിറ്റി, പ്രതികൂലത അല്ലെങ്കിൽ പ്രതികൂല സാഹചര്യം, അല്ലെങ്കിൽ മടുപ്പുളവാക്കുന്ന വെറുപ്പുളവാക്കുന്ന അവസ്ഥ എന്നൊക്കെ നമുക്ക് ഹോസ്റ്റിലിറ്റി എന്ന വാക്കിന് മീനിങ് പറയാം. ഓക്കെ, അപ്പൊ സിനണിംസ് ഇപ്പൊ നമ്മള് കഴിഞ്ഞു. ഏതൊക്കെയാണ്? അമാൽഗമേഷൻ ഒന്നുകൂടി പറയാം. അതിന്റെ സിനണിംസ് ആണ് കോമ്പിനേഷൻ, കോമ്പോസിഷൻ, ബ്ലെൻഡിങ്. സെക്കൻഡ് വൺ ആംബിഗ്യുവസ്, ദ്വയാർത്ഥമുള്ള, വെയ്ഗ്, കൺഫ്യൂസിങ്, ഡൗട്ട്ഫുൾ, എക്സെട്ര. തേർഡ് വൺ ആംബിവലന്റ്, സമ്മിശ്ര വികാരമുള്ള. സിനണിംസ് ഇക്വിവോക്കൽ, അൺസർട്ടൻ, ഇറസല്യൂട്ട്. ആംബിൾ, AMPLE, ആംബിൾ, വിസ്തൃതമായ, പ്ലെന്റിഫുൾ, സ്പേഷ്യസ്, ലാർജ്. പഠിക്കുക നിങ്ങളത്. ആന്റിപ്പതി, ആന്റിപ്പതി മീൻസ് വെറുപ്പ്, സ്ട്രോങ് ഡിസ്ലൈക്ക് ആണ് ഈ പറയുന്നത്, ഓർ സ്ട്രോങ് ഫീലിംഗ് ഓഫ് ഡിസ്ലൈക്ക്. അവേർഷൻ, അപ്പറൻസ്, അതുപോലെ ഹോസ്റ്റിലിറ്റി. ഇനി നമുക്ക് ആന്റണിംസ് കൂടി പറയണം. അതില് ഫസ്റ്റ് വൺ ashamed, ASHAMED. നിങ്ങൾക്ക് അറിയാവുന്നതാണ് ASHAMED. ashamed means a feeling of shame, അല്ലെങ്കിൽ embarrassed or guilty because of one's action. നാണക്കേടുള്ള അല്ലെങ്കിൽ ലജ്ജിച്ച, അങ്ങനെ തന്നെ നമ്മൾ അതിന്റെ മീനിങ് പറയണം. ashamed എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്, അതുകൊണ്ടാണ് നാണിച്ച എന്ന് നമ്മൾ പറയേണ്ടി വന്നത്. ലജ്ജിച്ച, നാണക്കേടുള്ള. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പ്രൗഡ്, PROUD, പ്രൗഡ്. ഉണ്ടോ? പ്രൗഡ്. പ്രൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അഭിമാനമുള്ള. മറ്റൊന്ന്, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ടോ? റിജോ, റിജോ, ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സൗണ്ട് വരുമെന്ന് പറഞ്ഞു. ഞാൻ സൗണ്ട് ഇങ്ങോട്ട് വരണായിരുന്നു. എന്ത് ചെയ്തു? അവരങ്ങനെ ചെയ്യാൻ പറ്റില്ല. അടച്ചിടണോ? അടച്ചിട്ടാലും രക്ഷയില്ലല്ലോ. ഓക്കെ, എന്തെങ്കിലും ചെയ്യണോ? പിന്നീട് അടുത്ത ദിവസം. ഓക്കെ, അഷൈംഡ്. അപ്പൊ അഷൈംഡിന്റെ ഓപ്പോസിറ്റ് ആണ് പ്രൗഡ്. മറ്റൊന്ന് അൺഅബാഷ്ഡ്, അത് നല്ലൊരു വാക്കാണ്. UNABASHED. അൺഅബാഷ്ഡ്. അൺഅബാഷ്ഡ് എന്ന് പറഞ്ഞാൽ നല്ല മലയാളത്തിൽ പറയുകയാണെങ്കിൽ നാണമില്ലാത്ത. അൺഅബാഷ്ഡ്. പ്രൗഡ്, അഭിമാനമുള്ള, വേണമെങ്കിൽ അഹങ്കാരമുള്ള എന്നൊക്കെ അർത്ഥം നമുക്ക് പറയാം. അപ്പൊ അഷൈംഡിന്റെ ഓപ്പോസിറ്റ് ഒന്ന് പ്രൗഡ്, അൺഅബാഷ്ഡ്, ABASHED. അൺഅബാഷ്ഡ്. അൺഅബാഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നാണമില്ലാത്ത അല്ലെങ്കിൽ നിർഭയമായ. നോട്ട് ടു പുട്ട് ഷെയിം ഓർ കൺഫ്യൂഷൻ. അപ്പൊ നെക്സ്റ്റ് വൺ, അടുത്തത് സെക്കൻഡ് വേർഡ് ഇതാണ്, അലേർട്ട്, ALERT, അലേർട്ട്. അലർട്ട് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ, ജാഗ്രതയുള്ള അല്ലെങ്കിൽ കരുതലുള്ള.
അപ്പൊ അലർട്ടിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഉപയോഗിക്കുന്ന പല വേർഡ്സും ഉണ്ട്. അലർട്ട് എന്ന് പറഞ്ഞാൽ വാച്ച്ഫുൾ ഓർ വിജിലന്റ്. കെയർലെസ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അത് നല്ല പദങ്ങൾ ഇതാണ്. ഒന്ന് കാഷ്വൽ, CAUSAL, കാഷ്വൽ, ആകസ്മികമായ, അല്ലെങ്കിൽ വിത്തൗട്ട് ഷോയിങ് എനി ക്ലിയർ എയിം ഓർ ഇൻട്രസ്റ്റ്. കാഷ്വൽ എന്ന് പറഞ്ഞാൽ നമുക്ക് മുൻവിചാരമില്ലാത്തന്നൊക്കെ പറയാം. ഓരോ വാക്കുകളുടെയും അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നത് ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന സാഹചര്യം അനുസരിച്ചിട്ടാണ്. അതായത് കോണ്ടെക്സ്റ്റ് അനുസരിച്ചിട്ട് വാക്കുകൾക്ക് മീനിങ് പറയാൻ കഴിയും. ഒരു വാക്കിന് തന്നെ വിപരീതമായ അർത്ഥങ്ങളുണ്ട്. അതായത് നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തതുപോലുള്ള അർത്ഥം വരും. അപ്പൊ ഞാനൊരു വേർഡ് നിങ്ങളോട് പറയണം, ഡെലിവർ. ഇപ്പൊ വിവേകാനന്ദ ഡെലിവേർഡ് അറ്റ് ദ വേൾഡ്സ് പാർലമെന്റ് ഓഫ് റിലീജിയൻ. അവിടെ ഡെലിവേർഡ് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മെയ്ഡ് എ സ്പീച്ച്, പ്രസംഗിച്ചു എന്നാണ്, അല്ലേ? പ്രസംഗിച്ചു. ബട്ട് ഷീ ഡെലിവേർഡ് എ ചൈൽഡ്. അവിടെ ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ പ്രസവിച്ചു എന്നാണ്, അല്ലേ? അതുപോലെ അതാണ് പറഞ്ഞത്, ഒരു വാക്കിന് തന്നെ ഡിഫറെന്റ് ലെവൽസ് ഓഫ് മീനിങ്സ് ഉണ്ട്. അതിന്റെ മീനിങ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്ന കോണ്ടെക്സ്റ്റ് നോക്കിയിട്ട് നമുക്ക് അതിന്റെ മീനിങ് പറയാൻ കഴിയും. അപ്പൊ നോക്കാം, അലർട്ട് എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് കാഷ്വൽ. മറ്റൊന്ന് ഇൻഅറ്റൻറ്റീവ്. ഇൻഅറ്റൻറ്റീവ് 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 എന്ന് പറഞ്ഞാൽ എന്താണ്? ഉദാസീനമായ, അല്ലെങ്കിൽ ശ്രദ്ധയില്ലാത്ത, നോട്ട് ഗിവിങ് എനി അറ്റൻഷൻ ടു അതേഴ്സ്. ദാറ്റ് ഈസ് inattentive. Next, third one, atrocious. ATROCIOUS. എന്താണ്? ATROCIOUS. അട്രോഷ്യസ് എന്നാണ് അതിന്റെ ഉച്ചാരണം. അട്രോഷ്യസ്. അട്രോസിറ്റി എന്നൊരു വാക്കുണ്ട്. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ ഭീകരത, വളരെ ക്രൂരത. അട്രോസിറ്റി എന്ന് പറഞ്ഞാൽ ക്രൂരത എന്നൊക്കെ നമുക്ക് പറയാം. അതിന്റെ അഡ്ജക്റ്റീവൽ ഫോമാണ് അട്രോഷ്യസ്. എന്റെ മീനിങ് പറയുകയാണെങ്കിൽ എക്സ്ട്രീംലി ഹീനിയസ് ഓർ നിഷ്ഠൂരമായ എന്ന് മലയാളത്തിൽ പറയാം. ദുഃഖകരമായ എന്നർത്ഥമുണ്ട്. കൊടിയ, an atrocious crime, കൊടിയ കുറ്റകൃത്യം. അതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് benevolent. 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 benevolent എന്ന് പറഞ്ഞാൽ എന്താ? പരോപകാരശീലമുള്ള, അല്ലെങ്കിൽ മിതമായ സ്വഭാവമുള്ള. ഡൂയിങ് ഗുഡ് തിങ്സ് ഫോർ അതേഴ്സ്. പിന്നെ ക്രെഡിറ്റബിൾ എന്ന വേർഡ് നമുക്ക് ഉപയോഗിക്കാം. CREDITABLE, ക്രെഡിറ്റബിൾ. അട്രോഷ്യസ് എന്നുള്ളതിന്റെ ഒരു ഓപ്പോസിറ്റ് ആണ്. ക്രെഡിറ്റബിൾ എന്ന് ഉപയോഗിക്കാം. അഡ്മിറബിൾ മറ്റൊരു വേർഡാണ്. ADMIRABLE, അഡ്മിറബിൾ. അഡ്മിറബിൾ. അഡ്മിറബിൾ എന്ന് പറഞ്ഞാൽ പ്രശംസനീയമായ, വർത്തി ഓഫ് അഡ്മിറേഷൻ. വിശിഷ്ടമായ എന്നർത്ഥം കൂടിയുണ്ട് അഡ്മിറബിൾ എന്ന വാക്കിന്. അപ്പൊ ഏതൊക്കെയാണ്? അട്രോഷ്യസിന്റെ ഓപ്പോസിറ്റ് ബെനവലന്റ്,
admirable. പിന്നെ creditable എന്ന വേർഡും that can also be used. നെക്സ്റ്റ് അടുത്ത ഒരു വേർഡ് agony. 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 agony എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് നോക്കാം. കഠിന വേദന, എക്സ്ട്രീം പെയിൻ ഓഫ് ബോഡി ഓർ മൈൻഡ്. മനസ്സിന്റെയോ ശരീരത്തിന് അനുഭവപ്പെടുന്നതായോ യാതന എന്ന് വേണമെങ്കിൽ പറയാം. അതായത് കഠിനമായിട്ടുള്ള വേദനയാണ് നമ്മൾ ആഗണി എന്ന് പറയുന്നത്. സാധാരണ വേദന എന്നുള്ളതിന് നമ്മൾ പല വേർഡ്സ് ഉപയോഗിക്കാറുണ്ട്. പെയിൻ ആണ് നോർമലി നമ്മൾ ഉപയോഗിക്കുന്ന വാക്ക്. ഓക്കെ, അപ്പൊ ആഗണി എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ഒന്ന് എസ്റ്റസി. ECSTASY. ECSTASY. എസ്റ്റസി എന്ന് പറഞ്ഞാൽ എസ്റ്റാറ്റിക് എന്ന വാക്കിന്റെ നൗൺ ഫോം ആണ്. ഹീസ് ആൻ എസ്റ്റാറ്റിക് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവൻ പരമാനന്ദമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ എസ്റ്റസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും മീനിങ്? പരമാനന്ദം, അമിതമായിട്ടുള്ള ആഹ്ലാദം, എക്സസീവ് ജോയ്. മറ്റൊരു വേർഡ് റിലീഫ്. RELIEF. എന്താ RELIEF? റിലീഫ്, ആശ്വാസം എന്നാണ് ആ വാക്കിന്റെ മീനിങ്. നെക്സ്റ്റ് ഫിഫ്ത് വൺ പറയട്ടെ. അഡപ്റ്റ്. ADEPT. അഡപ്റ്റ്. നോക്കാം, ആ വേർഡ് നോക്കട്ടെ നിങ്ങള്. ADEPT. അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ അഡ്ജക്റ്റീവ് ആണ്. പ്രാവീണ്യമുള്ള അല്ലെങ്കിൽ വിദഗ്ധനായ, വെൽ സ്കിൽഡ് ഇൻ എ പ്രൊഫഷൻ ഓർ ഇൻ എനി ഫീൽഡ്. സമർത്ഥമായ. ADEPT. അഡപ്റ്റ്. അഡാപ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. ADAPT. അഡാപ്റ്റ്. വ്യത്യാസമുണ്ട്. അതുപോലെ അഡോപ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് ഉണ്ട്. അപ്പൊ അഡപ്റ്റ് എന്ന് പറഞ്ഞാൽ വെൽ സ്കിൽഡ്, പ്രാവീണ്യമുള്ള. അഡോപ്റ്റ് എന്ന് പറഞ്ഞാൽ സ്വീകരിക്കുക എന്നർത്ഥമുണ്ട്, പിന്നെ ദത്തെടുക്കുക എന്നർത്ഥമുണ്ട്. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ ADAPT. അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക അല്ലെങ്കിൽ യോജിച്ചു പോവുക. ഈ അഡാപ്റ്റ് എന്ന് വാക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രോനൗൺ ആയിട്ടുള്ള റിഫ്ലക്സീവ് ഓർ എംഫാറ്റിക് പ്രോനൗൺ ഉപയോഗിക്കണം. സോ ഞാൻ പറയാം, we all of us have to adapt ourselves to the changing climatic condition. Then all of us have to adapt ourselves. അവിടെ ourselves adapt ചെയ്ത് നമ്മൾ ourselves എന്ന ഒരു പ്രോനൗൺ, ഒരു റിഫ്ലക്സീവ് പ്രോനൗൺ ഉപയോഗിച്ചു. അഡാപ്റ്റ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു പ്രത്യേകതയാണ് നിങ്ങളോട് പറഞ്ഞത്. adapt ourselves to the changing climatic conditions. മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥയോട് നമ്മളെല്ലാം യോജിക്കണം, അല്ലെങ്കിൽ പൊരുത്തപ്പെടണം. A businessman should adapt എന്ന് ഉപയോഗിക്കണതാണ് നല്ലത്. ശരി വർഗീസ്. അപ്പൊ നോക്കാം, ഒന്ന് ആദ്യത്തെ വേർഡ് അഡാപ്റ്റ് എന്നുള്ളതിന്റെ അഡപ്റ്റ് എന്നുള്ളതിന്റെ സിനോണിം ആന്റണി ഞാൻ പറഞ്ഞില്ല. ഒന്ന് ഇനപ്റ്റ്. INEPT. ഇനപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അയോഗ്യമായ.
അല്ലെ അൺഫിറ്റ്. ഇനപ്റ്റ് മറ്റൊന്ന് അൺഫിറ്റ്. വർത്ത്ലെസ് എന്ന് പറയാൻ കഴിയില്ല. മീഡിയോക്കർ എന്ന വേർഡ് വേണമെങ്കിൽ പറയാം. MEDICORE. മീഡിയോക്കർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രാവീണ്യം കുറഞ്ഞ. അപ്പൊ നോക്കാം, ഇന്ന് നമുക്ക് തന്ന ആന്റണിംസ്. അഷൈംഡ് എന്റെ ആന്റണിംസ് ആണ്. പ്രൗഡ്, അൺഅബാഷ്ഡ്. അലർട്ട് ആണ് അടുത്തത്. കാഷ്വൽ, ഇൻഅറ്റൻറ്റീവ്. അട്രോഷ്യസ്, ബെനവലന്റ്, അഡ്മിറബിൾ. ആഗണി, എക്സ്റ്റസി, റിലീഫ്. അതുപോലെ അഡപ്റ്റ്, ഇനപ്റ്റ്, അൺഫിറ്റ്, മീഡിയോക്കർ. ആഗണി മീൻസ് ഫാത്തിമ കഠിനമായ വേദന എന്നാണ് ആഗണി എന്ന വാക്കിന്റെ അർത്ഥം. കഠിനമായ വേദന, എക്സ്ട്രീം പെയിൻ. ഓക്കെ, ഇനി അടുത്തത് ഈ ഗ്രാമർ പോർഷനിൽ നമുക്ക് ഏതെല്ലാം ഭാഗങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല. ടാഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്താണ്. ഓക്കെ, അഡപ്റ്റ് ലാസ്റ്റ് ആന്റണിം. എന്നാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് ഇനിയിപ്പോൾ തരാൻ പോണത് സം കൈൻഡ് ഓഫ് ഫോബിയാസ്. അത് സാധാരണയായിട്ട് പരീക്ഷകൾക്ക് ചോദിച്ചു കാണാറുള്ള ഒന്നാണ്. അതിലൊന്നാമത്തെ ഒരു വേർഡാണ് ക്രോണോഫോബിയ. ആ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. CHRONO PHOBIA. ക്രോണോഫോബിയ. ക്രോണോഫോബിയ എന്ന് പറഞ്ഞാൽ an extreme fear of time or the passage of time. ശരിക്കും പറഞ്ഞാൽ സമയത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ സമയം കടന്നു പോകുന്നു എന്നതിനെ കുറിച്ചുള്ള ഭീതിയാണ് ക്രോണോഫോബിയ എന്ന് പറയുന്നത്. എന്താണ്? ഫിയർ ഓഫ് ടൈം. സമയത്തെ കുറിച്ചുള്ള അല്ലെങ്കിൽ സമയം കഴിഞ്ഞു പോകുന്നു എന്നുള്ളതിനെ കുറിച്ച് ആകുലപ്പെടുന്നതിനെയാണ്, ആ അവസ്ഥയാണ് നമ്മൾ ക്രോണോഫോബിയ എന്ന് പറയുന്നത്. നോക്കാം അടുത്തത്. നെക്സ്റ്റ് നല്ലൊരു വേർഡാണ് തലാസോഫോബിയ. നിങ്ങൾ കേട്ട് കാണില്ല ആ വേർഡ്. THALASSO നോക്കാം. THALASSOPHOBIA. ഉച്ചാരണം ശ്രദ്ധിക്കുക. തലാസോഫോബിയ. തലാസോഫോബിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ intense fear of large or deep water, especially oceans, large lakes, etc. ഇപ്പൊ കടൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഭീതി, അല്ലെ വിശാലമായിട്ടുള്ള ഒരു തടാകം കാണുമ്പോൾ ചില ആളുകൾക്ക് ഒരു ഭയം ഉണ്ടാവും. ആ ഫോബിയയാണ് നമ്മൾ തലാസോഫോബിയ എന്ന് പറയുന്നത്. ഉണ്ടോ? Fear of large lakes or large water bodies.
അപ്പൊ നമ്മള് ചില ആളുകൾക്ക് സമുദ്രം അല്ലെങ്കിൽ കടല് നമ്മൾ ഒറ്റയ്ക്ക് കാണാന്ന് പറഞ്ഞാൽ നമുക്കൊരു ഭയം ഉണ്ടാവും, ഒരു ഫോബിയ ഉണ്ടാവും. കാരണം അതിനെ നമുക്ക് തലാസോഫോബിയ എന്ന് പറയാം. നെക്സ്റ്റ് നെക്രോഫോബിയ. എന്താണ് നെക്രോഫോബിയ? NECROPHOBIA. നെക്രോഫോബിയ. നല്ല ഒരു വേർഡാണത്. നെക്രോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, മൃതവസ്തുക്കൾ അല്ലെങ്കിൽ മരിച്ച വസ്തുക്കൾ അല്ലെങ്കിൽ പ്ലേസസ് ദാറ്റ് കണ്ടെയ്ൻ ഡെഡ് തിങ്സ് സച്ച് ആസ് ഗ്രേവ്യാർഡ്സ്, ശ്മശാന ഭൂമികൾ, ഇവയോടുള്ള ഭയത്തെയാണ് നമ്മൾ നെക്രോഫോബിയ എന്ന് പറയുന്നത്. എന്താണ് നെക്രോഫോബിയ? ഇപ്പൊ മൃതദേഹം കാണുമ്പോൾ ചില ആളുകൾക്ക് എക്സ്ട്രീം ഫിയർ ഉണ്ടാവും. ഫിയർ ഓഫ് ഡെഡ് ബോഡീസ്. ഡെഡ് ബോഡീസ് മാത്രമല്ല, places that contain dead things such as graveyard or cemetery. ഇപ്പൊ കുഴിമാടങ്ങളും മറ്റും കാണുമ്പോൾ ഉണ്ടാവുന്ന ഭയത്തെയും നെക്രോഫോബിയ എന്ന് പറയാം. ഓക്കെ, ഷിജിൻ വർഗീസിന്റെ ഒരു ഫ്രണ്ടിന് അതുണ്ട്. അതെ, അതിന്റെ തെറാപ്പി ഉണ്ട് എന്തായാലും. നെക്സ്റ്റ്, അപ്പോ മൃതശരീരം കാണുമ്പോൾ ഉള്ള ഭയത്തെയാണ് നമ്മൾ നെക്രോഫോബിയ എന്ന് പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് ഞാൻ പെട്ടെന്ന് മരിച്ചു പോകും, അല്ലെ ഞാൻ നാളെ മരിക്കും, അല്ലെ ഇപ്പൊ മരിക്കും എന്നുള്ള ഒരു മരണഭീതി ഉണ്ടാവാറുണ്ട്. ആ ഫോബിയ വേറെയാണ്. അതിനെ നമ്മൾ പറയണത് തനാറ്റോഫോബിയ. THANA Thanatophobia. Thanatophobia means fear of death. മരണഭയം. അത് ഞാൻ ഇതിന്റെ കൂടെ നിങ്ങളോട് പറഞ്ഞെന്നുള്ളൂ. അപ്പൊ തേർഡ് വണ്ണാണ് നമ്മൾ പറഞ്ഞത് നെക്രോഫോബിയ. നെക്രോഫോബിയ എന്ന് പറഞ്ഞാൽ മനസ്സിലായി, ഫിയർ ഓഫ് ഡെഡ് തിങ്സ് ഓർ ഡെഡ് ബോഡീസ് or places that contain dead things such as graveyard. Next, അടുത്ത ചില ആളുകൾക്ക് രാത്രിയോ അല്ലെങ്കിൽ അന്ധകാരത്തെ, ഇരുട്ടിനെയോ എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ഭയം അവർ കാണിക്കാറുണ്ട്. അപ്പോ അന്ധകാരത്തോടോ രാത്രിയോടോ അല്ലെങ്കിൽ ഇരുട്ടിനോടോ ഉള്ള ഭയത്തെ ഇംഗ്ലീഷിൽ പറയണത് നിക്ടോഫോബിയ എന്നാണ്. NYCTO. അതിന്റെ സ്പെല്ലിംഗ് ശ്രദ്ധിക്കുക. NYCTOPHOBIA. കണ്ടോ? നിക്ടോഫോബിയ. നിക്ടോഫോബിയ നിക്ടോഫോബിയ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? എന്താണ് അത് മനസ്സിലാക്കിയിരിക്കേണ്ടത്? എക്സ്ട്രീം ഫിയർ ഓഫ് ഡാർക്ക്. അതായത് ഇത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ഈ വാക്കുണ്ടായിട്ടുള്ളത്. ദിസ് വേർഡ് കെയിം ഫ്രം ഗ്രീക്ക് വേർഡ് ഫോർ നൈറ്റ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന നെക്ടോ. നെക്ടോ എന്ന് പറഞ്ഞാൽ ഗ്രീക്ക് പദമാണ്. അതിന്റെ മീനിങ് നൈറ്റ് എന്നാണ്. അതിൽ നിന്നാണ് നെക്ടോഫോബിയ എന്ന ഈ പദം ഉടലെടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, ലാസ്റ്റ് വൺ ഇതാണ്. ചില ആളുകൾക്ക് തീരുമാനങ്ങൾ എടുക്കാനും അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ തെറ്റായി പോയോ എന്ന ഒരു ഭയം ഉണ്ടാവും. അങ്ങനെ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഭയത്തെ നമ്മൾ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ഡിസൈഡോഫോബിയ. അത് എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഡിസൈഡ്, തീരുമാനിക്കുക, അല്ലെ? ഡിസൈഡോഫോബിയ. DECIDO
ഡിസൈഡോഫോബിയ. എന്താണ് ഡിസൈഡോഫോബിയ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ? ഫിയർ ഓഫ് മേക്കിംഗ് ഡിസിഷൻസ് or fear that one has the decision he has taken is accurate or not, or suitable or not. അപ്പോ നമ്മളിപ്പോ പല ഡിസൈഡോഫോബിയ. ഓക്കെ, ധനലക്ഷ്മിക്ക് ഉണ്ടല്ലേ. അപ്പൊ ഈ ഫോബിയ എന്നുള്ള ഈ വികാരത്തിന് പ്രത്യേക ചികിത്സയൊന്നുമില്ലായിരുന്നു. അതിന് തെറാപ്പി ഉണ്ടെന്നാ പറയണത്. നോക്കാം. ഇനി അടുത്ത സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഒരു 5 ക്വസ്റ്റ്യൻസ്, നമ്മൾ കുറെ ടോപ്പിക്സ് ഒക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്ന, നിങ്ങൾക്ക് ഏതെല്ലാം ടോപ്പിക്സ് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയണം. ഞാൻ ഇവിടെ നിങ്ങളോട് ചോദിക്കാം, ഏതെല്ലാം ഭാഗങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ പറയണം. ഇപ്പോ ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പറഞ്ഞിട്ടില്ലേ? എല്ലാ ടോപ്പിക്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ ടോപ്പിക്സിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഞാനൊരു 5 ക്വസ്റ്റ്യൻസ് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. അതൊരു എക്സാം മോഡലാണെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഇനി പറയാൻ പോകുന്ന 5 ക്വസ്റ്റ്യൻസിന് ആൻസർ പറയണമെന്നുണ്ടെങ്കിൽ ഈ പല ടോപ്പിക്സും നമുക്ക് അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് ചോദിച്ചത്. ക്വസ്റ്റ്യൻ ടാഗ് നിങ്ങൾക്ക് പറഞ്ഞു തന്നാലേ? യെസ്. അതുപോലെ കോൺകോഡ്, പിന്നെ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്, ഡയറക്റ്റ് സ്പീച്ച് ആൻഡ് ഇൻഡയറക്റ്റ് സ്പീച്ച്, ദാറ്റ് ഈസ് റിപ്പോർട്ടഡ് സ്പീച്ച്. യെസ്, അതെന്തോ ആയിക്കോട്ടെ. ഞാനിനി ഈ ക്വസ്റ്റ്യൻസ് നമുക്ക് ആൻസർ ചെയ്യാം. അതാണ് നമ്മുടെ അടുത്ത നടപടി. കോൺകോഡ് ഇല്ല. നിങ്ങളുടെ സംശയമുള്ള ഭാഗങ്ങൾ ചോദിക്കുക. പറയാത്തത് പറയാം. ജസ്റ്റ് പറഞ്ഞിട്ടുള്ളൂ കോൺകോഡ്. അത് ഒരുപാടുണ്ട്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്തായാലും ഡിസ്കസ് ചെയ്യാം. അല്ലെങ്കിൽ ഈ 5 ക്വസ്റ്റ്യൻ കൂടി ആൻസർ ചെയ്യട്ടെ, എന്നിട്ട് ബാക്കിയുള്ള സമയം ചെയ്യാം. അല്ല, ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാണ്. അതായത് പല ഭാഗത്തു നിന്നാണ് ചോദ്യങ്ങൾ വരുന്നത്. അത് ഏത് ഭാഗമുണ്ടെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ പരീക്ഷ എഴുതുമ്പോൾ കുറേയും കൂടി എളുപ്പമായിട്ട് നിങ്ങൾക്ക് തോന്നും. ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദ കറക്റ്റ് ഓപ്ഷൻ. ശരിയായ ഓപ്ഷൻ ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ എന്ന് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ വായിക്കുകയാണ്. ദേ ആൻഡ് ഡാഷ് ബ്രാക്കറ്റിൽ ഗോ എന്ന് തന്നിട്ടുണ്ട്. They go home after they had finished their work. അപ്പോ they go home after they had finished their work. അവിടെ had finished എന്നാണ് രണ്ടാമത്തെ ക്ലോസിൽ പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ 4 ഓപ്ഷൻ വായിക്കാം. ഒന്ന്, അവിടെ നിങ്ങൾ they went എന്ന് പറയൂ, they were going, they are going, they had gone. Yes, സുരഭി, went ആണ് ശരിയായിട്ടുള്ള ആൻസർ. ഓപ്ഷൻ എ ആണ് ശരിയായ ആൻസർ. ഇതെന്താ ഓപ്ഷൻ എ ആണ് ശരിയാണെന്ന് പറയാൻ കാരണം? നിങ്ങളെ ടെൻസ് ഞാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണ് അല്ലേ? അതില് 2 പ്രധാനപ്പെട്ട 2 ടെൻസുകളാണ് ഇപ്പൊ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിലോടി വരേണ്ടത് പ്രധാന 2 ടെൻസ് ആണ്. ഒന്ന് സിമ്പിൾ പാസ്റ്റ് ടെൻസ്, മറ്റൊന്ന് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. 2 പ്രവർത്തികൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിൽ ആദ്യം നടന്ന പ്രവൃത്തി പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലും രണ്ടാമത്തെ പ്രവൃത്തി സിമ്പിൾ പാസ്റ്റ് ടെൻസിലും പറയണം.
അതാണ് ആ നിയമമാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചത്. കണ്ടോ? ദേ വെന്റ് ഹോം, അവർ വീട്ടിൽ പോയി. ആഫ്റ്റർ ദേ ഹാഡ് ഫിനിഷ്ഡ് ദെയർ വർക്ക്, അവരുടെ ജോലി പൂർത്തീകരിച്ചതിന് ശേഷം അവർ വീട്ടിൽ പോയി. ഇവിടെ ആദ്യം നടന്നത് ജോലി പൂർത്തീകരിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹാഡ് ഫിനിഷ്ഡ് എന്നാണ് ഉപയോഗിച്ചത്. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ടെൻസുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനെ നിങ്ങളോട് ചോദിച്ചിട്ടുള്ളൂ. ഇതിലെ 12 ടെൻസുകളിലെയും ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ ചോദിക്കാം. അപ്പൊ അത് നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്താണ് അത് നമ്മൾ പഠിക്കുന്നത്. സിമ്പിൾ പാസ്റ്റും പാസ്റ്റ് പെർഫെക്റ്റും ആണ് ഇപ്പൊ പറഞ്ഞത്. അതിന്റെ സ്ട്രക്ചർ എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? അല്ലെങ്കിൽ മെസ്സേജ് ചെയ്താലും മതി. സിമ്പിൾ പാസ്റ്റ് സബ്ജക്റ്റ് കഴിഞ്ഞാൽ പാസ്റ്റ് ടെൻസ് ഫോം ഓഫ് ദ വെർബ് V2 പ്ലസ് ഓബ്ജക്റ്റ്. പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3. നിങ്ങൾ അത്ര ഓർത്തിരിക്കണം എല്ലാവരും. ഇങ്ങനെ ഈ ചോദ്യങ്ങൾ ഓരോ ക്ലാസ്സുകളിലും നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കാം. അപ്പോഴാണ് നിങ്ങൾക്ക് അത് ഉറക്കുള്ളൂ. നെക്സ്റ്റ്, അടുത്ത ക്വസ്റ്റ്യൻ വായിക്കണം. If she had taken a taxi. നോക്കാം. If she had taken a taxi, comma, she dashed the station in time. She dashed the station in time. അവിടെ നമ്മൾ ഓപ്ഷൻ വായിക്കട്ടെ, എന്നിട്ട് നിങ്ങൾ ആൻസർ പറഞ്ഞാൽ മതി. ഷീ ഹാഡ് റീച്ച്ഡ് എന്ന് ഉപയോഗിക്കൂ, ഷീ വുഡ് റീച്ച് എന്ന് ഉപയോഗിക്കൂ, ഷീ വുഡ് ഹാവ് ബീൻ റീച്ച്ഡ് എന്ന് ഉപയോഗിക്കൂ, ഷീ വുഡ് ഹാവ് റീച്ച്ഡ് എന്ന് ഉപയോഗിക്കൂ. ഇവിടെ നമ്മൾ ഇതുവരെ പറഞ്ഞ ടോപ്പിക്കുമായിട്ട് ബന്ധമില്ലാത്ത മറ്റൊരു ടോപ്പിക്കാണ് കണ്ടീഷണൽ സെന്റൻസസ്, അല്ലെ? ഇഫ് ക്ലോസ്. ശ്രദ്ധിക്കുക, ഇഫ് ക്ലോസിൽ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്, അതായത് ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെങ്കിൽ നിയമം ഇതാണ്: തൊട്ടടുത്ത് വരുന്ന സക്സീഡിങ് ക്ലോസില് വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടായിരിക്കണം. ഉണ്ടോ? If she had taken a taxi, ഒരു ഇംപ്രോബബിൾ കണ്ടീഷൻ ആണത്. അവിടെ ഒരു ടാക്സി പിടിച്ചിരുന്നെങ്കിൽ അവൾ സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തുമായിരുന്നു. ഉണ്ടോ? അപ്പോ if Surabhi had studied well, if Surabhi had studied well, she would have passed the exam. അപ്പൊ if clause ആണ് നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. if clause 4 തരത്തിലാണുള്ളത്, പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും I will try to just remind you of this. if clauseൽ സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ will or shall, can, may ഇതൊക്കെ ഉണ്ടാവാം. if ക്ലോസില് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ മെയിൻ ക്ലോസിൽ would, അതുപോലെ could, അതിന്റെ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം. if ക്ലോസില് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആണെങ്കിലോ മെയിൻ ക്ലോസിൽ would have എന്നുണ്ടായിരിക്കണം, അല്ലെ? പിന്നെ സീറോ കണ്ടീഷണൽ എന്നൊരു കണ്ടീഷനിൽ നിങ്ങളോട് പറഞ്ഞു. ആ കണ്ടീഷനിൽ ഇഫ് ക്ലോസിലും മെയിൻ ക്ലോസിലും പ്രസന്റ് ടെൻസേ ഉപയോഗിക്കാവൂ. ഉണ്ടോ? ഇഫ് യു ത്രോ എ ബോൾ അപ്പ് ഇറ്റ് കംസ് ഡൗൺ. ഇഫ് യു ത്രോ എ ബോൾ അപ്പ്, നിങ്ങൾ മുകളിലേക്ക് ഒരു ബോൾ എറിയുകയാണെങ്കിൽ ഇഫ് യു ത്രോ പ്രസന്റ് ടെൻസ് ആണ്. ഇറ്റ് കംസ് ഡൗൺ, കംസ് ഡൗൺ എന്നുള്ളതും പ്രസന്റ് ടെൻസ് ആണ്.
ഓക്കെ. അപ്പോ ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം. ഇൻ ടൈം എന്ന് പറഞ്ഞാൽ എന്താ? ഇൻ ടൈം രണ്ട് പ്രയോഗങ്ങളുണ്ട്. ഒന്ന് ഇൻ ടൈം ആൻഡ് ഓൺ ടൈം. നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൺ ടൈം മീൻസ് അറ്റ് ദ അറേഞ്ച്ഡ് ഓർ കറക്റ്റ് ടൈം, എക്സാക്ട് ടൈം, കൃത്യസമയത്ത് എന്നാണ് അതിന്റെ അർത്ഥം. ഉണ്ടോ? അപ്പോ ഞാൻ പറയാം നിങ്ങളോട്, ഐ റീച്ച് ദ റെയിൽവേ സ്റ്റേഷൻ ഇൻ ഓൺ ടൈം. ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ കൃത്യസമയത്ത് എത്തിച്ചേർന്നു. 7 മണിക്കാണ് ട്രെയിൻ എന്നുണ്ടെങ്കിൽ ഞാൻ 7 മണിക്ക് എക്സാക്ട് 7 o'clock അവിടെ ചെന്നത്, അല്പം നേരത്തെ അല്ല. ബട്ട് ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം എന്നാണെങ്കിൽ ഞാൻ അല്പം നേരത്തെ, ട്രെയിൻ 7 മണിക്കാണ്, കുറച്ച് നേരത്തെ ഞാൻ അവിടെ ചെന്നു. ഇൻ ടൈം മീൻസ് ബിഫോർ ഇറ്റ് ഈസ് ടു ലേറ്റ്, അധികം വൈകാതെ. ഇതാണ് ഇൻ ടൈം ആൻഡ് ഓൺ ടൈം തമ്മിലുള്ള ഒരു വ്യത്യാസം. മാറിപ്പോകാതിരിക്കുക. അല്ല, ഇൻ ടൈം ആൻഡ് ഓൺ ടൈം എന്ന രണ്ട് ഫ്രൈസുകളെ കുറിച്ചാണ് പറഞ്ഞത്. അത് ടൈമിനെ കാണിക്കാൻ നമ്മൾ സാധാരണ പ്രപ്പോസിഷനായിട്ട് അറ്റാണ് ഉപയോഗിക്കുന്നത്, അല്ലേ? ഇവിടെ ഇൻ ടൈം ആൻഡ് ഓൺ ടൈം എന്ന രണ്ട് പ്രയോഗങ്ങൾ, ആ പ്രയോഗങ്ങളെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് വൺ അതാണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക. യു നീഡ് നോട്ട് ടേക്ക് എ ടാക്സി. എന്താണ്? യു നീഡ് നോട്ട് ടേക്ക് എ ടാക്സി. നീഡ് ഉപയോഗിക്കുന്നത് എന്തിനാ? നീഡ് എന്ന് പറഞ്ഞ ഒരു ഓക്സിലിയറി വെർബാണ്. ഓക്സിലിയറി ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് നെഗറ്റീവ് സെന്റൻസുകളിൽ ഉപയോഗിക്കാറുള്ളൂ. അപ്പോ ആവശ്യമില്ല എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. യു നീഡ് നോട്ട് ടേക്ക് എ ടാക്സി. നിങ്ങൾ ടാക്സി പിടിക്കേണ്ട ആവശ്യമില്ല. ആസ് there is a bus dash 10 minutes to the city. As there is a bus, അവിടെ നിങ്ങൾ ആ ഡാഷ് എന്നുള്ള ഭാഗത്ത് as there is a bus every 10 minutes, each 10 minutes, all 10 minutes, none of these. ഇവിടെ നിങ്ങൾ എന്ത് ഉപയോഗിക്കും? As there is a bus every 10 minutes to the city. ഇവിടെ every എന്ന് പറഞ്ഞാൽ ഓരോ എന്നാണ് അതിന്റെ അർത്ഥം. EVERY എന്നാണ് ഷിജിൻ വർഗീസ്. അപ്പോ യു നീഡ് നോട്ട് ടേക്ക് എ ടാക്സി. നിങ്ങൾ ടാക്സി പിടിക്കേണ്ട ആവശ്യമില്ല. ആസ് there is, okay. As there is a bus every 10 minutes to the city. Next, fourth, ഇവിടെയും നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കിൽ നിന്നുള്ളൊരു ചോദ്യമാണ് വന്നത്. നെക്സ്റ്റ് ഫോർത്ത് വൺ അതാണ്. He congratulated me. He congratulated me dash my success. അവൻ എന്റെ വിജയത്തിൽ എന്നെ അഭിനന്ദിച്ചു എന്നാണ് നമുക്ക് കിട്ടേണ്ട അർത്ഥം. പക്ഷെ ഇംഗ്ലീഷില് ചില വെർബ്സിനോടൊപ്പം ചില പ്രപ്പോസിഷൻസ് മാത്രമേ ഉപയോഗിക്കാവൂ. കൺഗ്രാജുലേറ്റ് എന്ന വാക്കിന് ശേഷം ഒരു പ്രപ്പോസിഷൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതെപ്പോഴും ഓൺ എന്നായിരിക്കണം. അപ്പൊ ഇവിടെ എന്തായിരിക്കും? He congratulated me on my success. പലരും ഇൻ മൈ സക്സസ് എന്ന് പറയാറുണ്ട്. അത് മലയാളത്തിന്റെ ഒരു പരിഭാഷ എന്നോണം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ വ്യാകരണ നിയമം അനുസരിച്ച് കൺഗ്രാജുലേറ്റ് എന്ന വേർഡിന് ശേഷം ഓൺ എന്ന പ്രപ്പോസിഷനാണ് ഉപയോഗിക്കേണ്ടത്.
അപ്പൊ നമുക്കറിയാം പല വാക്കുകളും അങ്ങനെയുണ്ട്. ബിവയർ, അതുപോലെ അവയർ, ബിവയർ ഓഫ്. ബിവയർ കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഓഫിനെ ഉപയോഗിക്കാവൂ. ബിവയർ ഓഫ് ഡോഗ്സ്, ബിവയർ ഓഫ് തീവ്സ് ഉണ്ടോ? അപ്പോ ഓൺ ആണ് അവിടുത്തെ ശരിയായ ആൻസർ. നെക്സ്റ്റ് അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണ്. ഐ ആം വെരി ലേറ്റ് എന്ന് തന്നിട്ടുണ്ട്, എന്നിട്ടൊരു ഡാഷ്. ഐ ആം വെരി ലേറ്റ്, വെരി ലേറ്റ്. ആൻഡ് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുള്ളത്, ഓപ്ഷൻ കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് ക്വസ്റ്റ്യൻ ടാഗുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അവിടെ ആം ഇൻ ഡൈ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആർ ഇൻ ഡൈ എന്ന ഓപ്ഷൻ തന്നിട്ടുണ്ട്, ആം ഐ, ആർ ഐ. ഇതിലേതായിരിക്കും? ആർ ഇൻ ഐ. നോക്കാം. ഐ ആം വെരി ലേറ്റ് എന്ന വാക്യത്തിന്റെ ടാഗ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ആർ ഇൻ ഐ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിലും പറയാം, ആം ഐ നോട്ട്. ഇങ്ങനെയും പറയാം. പക്ഷെ കൂടുതൽ ആക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് ആർ ഇൻ ഐ എന്നാണ്. ടാഗ് ക്വസ്റ്റ്യൻസിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ? ഏത്? അല്ല, ടാഗ് ക്വസ്റ്റ്യൻസിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് അറിയാം. പ്രധാനപ്പെട്ട 3 നിയമങ്ങളാണ് അതിനുള്ളത്. ഒന്ന്, തന്നിരിക്കുന്ന സെന്റൻസ് പോസിറ്റീവ് ആണെങ്കിൽ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം. അല്ലേ? തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നെഗറ്റീവ് ആണെങ്കിൽ ടാഗ് പോസിറ്റീവ് ആയിരിക്കണം. ടാഗ് ക്വസ്റ്റ്യൻ ആരംഭിക്കുന്നത് എപ്പോഴും സ്മോൾ ലെറ്ററിലായിരിക്കണം. പിന്നെ ടാഗ് ക്വസ്റ്റ്യൻസിൽ ആളുകളുടെയോ വ്യക്തികളുടെയോ സ്ഥലത്തിന്റെയോ പേരെഴുതാൻ പാടില്ല, പകരം പ്രോനൗൺസ് ആണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ these are the four rules governing the use of tag questions. Which are they? If the given statement is positive, the tag should be negative. And if the given sentence is negative, tag should be positive. And tag question must begin with small letter. പിന്നെ names of persons, place, etc. should not be used in tag questions. Only pronouns should be used. അതാണ് ടാഗ് ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള നിയമം. അത് ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോ ഇനി നമുക്ക് ഷാൽ എന്നുള്ളതിന് ഷാൻഡ് എന്ന് നമുക്ക് ഉപയോഗിക്കാം. പക്ഷെ അത് ക്ലീഷ ആയിട്ടുള്ള ഒരു ഉപയോഗമാണ് ഷാൻഡ്. സാധാരണ ഇപ്പൊ വലിയ പ്രചാരത്തിൽ ഇല്ലാത്ത ഒന്നാണ്. ഷാൽ നോട്ട് എന്നാണ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. റിജോ 9 മണിയാണ്. ഇനി അല്ല, അവർക്ക് സംശയങ്ങൾ അൺമ്യൂട്ട് ചെയ്തോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും സംശയങ്ങളുടെ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും? സെക്കൻഡ് ക്വസ്റ്റ്യന്റെ ആൻസർ അതൊന്ന് പറഞ്ഞാമോ? എനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഏതാ? ഇവിടെ ക്വസ്റ്റ്യൻസിൽ രണ്ടാമത്തെയാണ്. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ ടാക്സി, ഏതാണോ? അതെ സാർ. ഇഫ് ഷീ ഹാഡ് ടേക്കൺ എ ടാക്സി, അവൾ ഒരു ടാക്സി പിടിച്ചിരുന്നുവെങ്കിൽ, ഷീ വുഡ് ഹാവ് റീച്ച്ഡ് ദ സ്റ്റേഷൻ ഇൻ ടൈം. ഇവിടെ നോക്കുക, ഇഫ് ക്ലോസ് എന്ന് പറഞ്ഞൊരു ക്ലോസ് കണ്ട, ഇഫ് വച്ചിട്ട് ആരംഭിക്കുന്ന ക്ലോസ്. അതിൽ ഹാഡ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഉണ്ടെങ്കിൽ അതിന്റെ തൊട്ടടുത്ത് വരുന്ന ആ ക്ലോസിൽ വുഡ് ഹാവ് എന്നുണ്ടായിരിക്കണം. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. സാർ അതൊന്ന് പറയാമോ?
If she had taken a taxi, if she had taken a taxi, she would have reached the station. She would have reached the station in time. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലിയർ അല്ലേ? പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ആർക്കുമില്ല? ഹാഡ് ടേക്കിന് ശേഷം വരുന്നതായിരിക്കോ വുഡ് ഹാവ്? ഹാഡ് ടേക്കിന് ശേഷം വരുന്നത് എപ്പോഴും വുഡ് ഹാവ് ആയിരിക്കും. വുഡ് ഹാവ് എന്നായിരിക്കും. വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അതിനൊരു സ്ട്രക്ചർ വരെ ഉണ്ട്. നോക്കാം അവിടെ. ഇഫ് പ്ലസ് ഹാഡ് പ്ലസ് V3, കോമ സബ്ജക്ട് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3. അതൊരു സ്ട്രക്ചറാണ്. അത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു സാധനം. ഏതാണ്ട് ബൈഹാർട്ട് ചെയ്യേണ്ട ഒരു ഒന്നാണ് അത്. നമ്മൾ ഈ മാത്തമാറ്റിക്സിലെ ഫോർമുല എന്ന് പറയില്ലേ, എന്ന പോലെ. താങ്ക് യു. ഓക്കെ, ചോദിക്കാം. ശരണ്യ, സംശയമൊന്നുമില്ലേ? Apo then, okay, it is time for us to wind up our today's class. Good night to all of you. We will see and meet in the next class. Thank you. ക്വസ്റ്റ്യൻസ് അതുപോലെ എല്ലാ മേഖലകളിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ഇടാം. 5 ക്വസ്റ്റ്യൻസ് നിങ്ങളെ ചെയ്യാം. പിന്നെ ഈ ഗ്രാമർ എന്ന് പറഞ്ഞ വൊക്കാബുലറി സെക്ഷനിൽ നിന്നും ഈ ഗ്രാമർ ഫണ്ടമെന്റൽ ഗ്രാമർ സെക്ഷനിൽ നിന്നും നിങ്ങൾക്ക് അറിയാത്ത ടോപ്പിക്സ്, അത് ഞാൻ നിങ്ങളെ ഇതുവരെ എക്സ്പ്ലെയിൻ ചെയ്യാത്ത ടോപ്പിക്സ് നിങ്ങൾ പറയണം. അപ്പൊ അത് പ്രോവർബ്സ് ഒന്ന് അടുത്ത ക്ലാസ്സിന് എടുക്കുക നല്ലതായിരുന്നു. കുറച്ച് പ്രോവർബ്സ് ക്വസ്റ്റ്യൻസ് പ്രോവർബ്സ് പറഞ്ഞുതരാം. എങ്ങനെ പ്രോവർബ്സ് നിങ്ങൾക്ക് എങ്ങനെ ഇതുപോലെ ക്വസ്റ്റ്യൻസ് സാർ? ക്വസ്റ്റ്യൻസ് മോഡലിലല്ലേ പറഞ്ഞു തരേണ്ടത്? അത് ചെയ്യാം. അപ്പൊ തന്നെ പറഞ്ഞോ. ഈ പ്രോവർബ്സ് തെറ്റിപ്പോകുന്നുണ്ട്, ഏതൊക്കെ വരുന്നതെന്നുള്ളത്. അതിനൊരു കാര്യമുണ്ട്. അതിന്റെ കാര്യം ഇതാണ്. ശരിക്കും നിങ്ങൾ അഡ്വാൻസ്ഡ് ആയിട്ട് കുറച്ച് പ്രോവർബ്സ് പഠിച്ചു വെക്കണം ആദ്യം. ഞാൻ പറയണം, all that glitters ഡാഷ്. നമുക്ക് പരീക്ഷയ്ക്ക് തരണത് all that glitters ഡാഷ് എന്ന് പറഞ്ഞിട്ട് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടാവും. are not gold, is not gold, will not be gold, will be silver. ഈ ഓപ്ഷന് ശരിയായിട്ടുള്ള ആൻസർ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോവർബ് ആദ്യം മനസ്സിലാക്കിയിട്ടുണ്ടാവണം. all that glitters is not gold. അപ്പൊ അത് എഴുതണമെന്നുണ്ടെങ്കിൽ പ്രോവർബ് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കും. അപ്പൊ കുറച്ച് അടുത്ത ക്ലാസ് നിങ്ങൾക്ക് 5 പ്രോവർബ്സ് തരാം, നിങ്ങൾ പഠിക്കണം. അത് അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. Rome was not built in a day. Rome was not built in a day. അതൊരു പ്രോവർബാണ്. എന്ന് പറഞ്ഞാൽ റോമാ സാമ്രാജ്യം ഒരു ദിവസം കൊണ്ട് ഉണ്ടാക്കിയതല്ല. അതിന്റെ അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം അതാണ്. എങ്കിലും വലിയ വലിയ കാര്യങ്ങൾ നേടുന്നത് നിഷ്പ്രയാസമല്ല എന്നാണ് അതിന്റെ അർത്ഥം.
ക്വസ്റ്റ്യൻ ഫോം ആയിട്ട് പറയണം. ഓക്കെ, അപ്പൊ തന്നെ ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു സർ. അതെത്ര എത്ര മണി വരേണ്ടത്?